ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് സിറ്റി വരെ പോവുകയാണ് കേട്ടോ. സിറ്റിയിൽ പോകുന്ന ഉദ്ദേശം വന്നിട്ട് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ മാരേജിന് വേണ്ടിയിട്ട് ജ്വല്ലറീസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കണം. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പൂൻ്റെ ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയാണ് അവൻ്റെ ഡ്രസ്സ് നോക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവർക്കും ആയിട്ടുണ്ട്. ഇനി അവൻ്റെ ഡ്രസ്സും കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ അതിനും കൂടെ കണക്കാക്കി ചെറിയൊരു പർച്ചേസിനായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ സിറ്റിയിൽ കയറിയതിന് ശേഷം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ വലിയ തിരക്കല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ കുറച്ച് ദിവസം മുൻപേ വിചാരിക്കുന്നതാണ് കേട്ടോ അപ്പൂൻ്റെ ഡ്രസ്സ് എടുക്കാൻ ഒരു ദിവസമെങ്കിലും പോകണമെന്ന്. അപ്പോൾ ഇന്നെന്തായാലും ഗോൾഡ് എടുക്കേണ്ട ദിവസത്തെ ലാസ്റ്റ് ദിവസമല്ല, നാളെയാണ് കേട്ടോ ലാസ്റ്റ് ദിവസം. അപ്പോൾ നമ്മൾ തലേ ദിവസമാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ഏട്ടൻ വീട്ടിലുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവൻ്റെ തുണി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടിരുന്നതായിരുന്നു കേട്ടോ. ഗോൾഡ് റേറ്റ് കുറഞ്ഞ സമയത്ത് ബുക്ക് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു മാസം വരെ ഇതിൻ്റെ ഓഫർ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നാളെ തീരും. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ തലേ ദിവസം പോയി ഗോൾഡ് എടുക്കാമെന്ന് വെച്ച് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ജോയാലിക്കാസിലാണ് കേട്ടോ പോകുന്നത്. എൻ്റെ മാരേജിന് വേണ്ടിയിട്ടുള്ള ഗോൾഡും അവിടെ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്തു. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ജ്വല്ലറിയിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കാതെ ആദ്യമേ ഗോൾഡ് എടുക്കാൻ കയറിയതെന്ന് വെച്ചിട്ട് താമസം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഗോൾഡ് നോക്കിയൊക്കെ എടുക്കാൻ വേണ്ടി നല്ല ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ ഗോൾഡ് എടുക്കാൻ വേണ്ടി കയറിയത്. പിന്നെ അതിൻ്റെ അടുത്താണ് കേട്ടോ ആർ.കെ. മാൾ. അപ്പോൾ അവിടെയാണ് ഡ്രസ്സ് എടുക്കാനും പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ അടുത്തടുത്തായതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ ഗോൾഡ് എടുക്കാൻ കയറിയതാണ്. അങ്ങനെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗോൾഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ഓരോ സെറ്റായിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ചെയിനാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ കൊലുസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മോഡലൊക്കെ ഉണ്ട് കേട്ടോ. കൊലുസൊക്കെ നല്ല മോഡലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ചായയൊക്കെ കിട്ടി കേട്ടോ. ഇടയ്ക്ക് ചായയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ആ ഒരു ചായ കൂടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും പർച്ചേസിലോട്ട് തന്നെ കേട്ടോ പോയി. അപ്പോൾ അതിനുശേഷം പിന്നെ നെക്ലേസൊക്കെ ആയിരുന്നു. ഓരോ മോഡലും അവൾക്ക് വച്ച് നോക്കി ഇഷ്ടപ്പെട്ടതനുസരിച്ചാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം വച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഏതെങ്കിലും കുറച്ചൊക്കെ അല്ലേ എടുക്കാൻ പറ്റും. നമുക്ക് പിന്നെ ആയപ്പോഴത്തേക്കും എല്ലാത്തിനും ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഏത് എടുക്കണം, എല്ലാം വച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഏത് എടുക്കണം എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ പിന്നെ അവൾ കമ്മലൊക്കെ വെച്ച് നോക്കി കേട്ടോ. കമ്മൽ ഇട്ട് നോക്കിയതിനനുസരിച്ച് കൊള്ളാമെന്നുള്ളതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് അത്രയൊരു കൺഫ്യൂഷൻ വന്നതിന് ശേഷം ചേട്ടനും കൂടെയാണ് കേട്ടോ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ടതും കുറച്ച് സെലക്ട് ചെയ്ത് തന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ നമുക്ക് സമയം പോകുന്നത് പോലും അറിയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അവിടെ. കറക്റ്റായിട്ടൊരു 4 മണിക്കൂർ അടുപ്പിച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു. 4 അല്ല അതിൽ കൂടുതൽ വരും കേട്ടോ. അപ്പോൾ അത്രയും മണിക്കൂർ വരെ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ആർ.കെയിലോട്ട് പോകുന്നത്. അപ്പോൾ ആർ.കെയിൽ നമുക്ക് അപ്പൂന് ഡ്രസ്സ് നോക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോഴത്തേക്കും അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാറ് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറിയാണ് കേട്ടോ മുകളിൽ പോവേണ്ടത്. കിഡ്സ് വെയറിലെ മുകളിലാണ് പോവേണ്ടത്. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ലിഫ്റ്റിന് വേണ്ടിയിട്ട്. സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏത് ഫ്ലോറിലാണ് എന്തൊക്കെ സാധനങ്ങളുള്ളത് എന്നൊക്കെ. അപ്പം നോക്കി പോകുന്നവർക്ക് അതൊക്കെ എളുപ്പമാണ്. നമ്മൾ മിക്ക പർച്ചേസും രാമചന്ദ്രനിൽ നിന്നും പിന്നെ ഇവിടെ ആർ.കെയിൽ നിന്നൊക്കെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറുള്ളത്. എനിക്ക് രാമചന്ദ്രനിലെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ആർ.കെയൊക്കെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന രീതിയായാലും പെരുമാറുന്ന രീതിയൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ നമുക്ക്. പക്ഷേ ഇവിടെ രാമചന്ദ്രനിലാണെങ്കിൽ സത്യം പറയാമല്ലോ അവർ അത്രയും ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷേ കളക്ഷൻ ഉണ്ട്, ഇല്ലെന്നല്ല കളക്ഷൻ ഉണ്ട് അവിടെ. പക്ഷേ അവർ ഈ നമ്മളോട് പെരുമാറുന്ന രീതിയും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ പോകാനേ തോന്നത്തില്ല. എല്ലാ സ്റ്റാഫുകളല്ല കേട്ടോ, കുറേ സ്റ്റാഫുകളുണ്ട്. പക്ഷേ അങ്ങനത്തത് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ അവർക്കുള്ളത്. സാധനം ഉണ്ടെങ്കിൽ പോലും അവർക്ക് തുറന്ന് കാണിക്കാനൊരു മടിയൊക്കെ ഉണ്ട് അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് വഴി കിഡ്സ് വെയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു ജാക്കറ്റ് മോഡൽ, അത് കോട്ട് മോഡൽ ഡ്രസ്സൊക്കെയാണ് അവന് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോന്നും മാറി ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് നമ്മൾ എടുത്തു. പിന്നെ കുറച്ച് ഷർട്ടൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവന് ഷർട്ടും പാൻറ്റൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വേറെയൊക്കെ ഇനിയും പർച്ചേസ് ഉണ്ട് കേട്ടോ. നമുക്കതൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒന്ന് ഇറങ്ങി കേട്ടോ ഷോപ്പിൽ നിന്നൊക്കെ. വേറെ ഒന്നും പർച്ചേസിന് വേണ്ടി നിന്നില്ല. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ.
അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, തിരിച്ച് പോകാൻ നേരത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.